PSC പരീക്ഷയാണ്. ഞാനൊന്നും അറിയില്ലേനു. ഞാൻ രാവിലെ റേഷൻ പീടികയിൽ പോകുമ്പോൾ ഇങ്ങനെ വാഹനം കണ്ടിട്ടില്ല. അതാ ഇപ്പം ഞാൻ വണ്ടി തുറക്കാൻ വേണ്ടിയിട്ട് വന്ന് എനിക്ക് വണ്ടി ഫുൾ തുറക്കാൻ കഴിയുന്നില്ല. ഈ ഭാഗം തുറക്കണമെങ്കിൽ ആ ഭാഗം വണ്ടിയുണ്ട്. മൊത്തം വണ്ടിയാണ്. വണ്ടിയില്ല നല്ല വണ്ടിയാണ്. ഈ സൈഡല്ല ഇപ്പം ഇവിടെ ഞാൻ ഇരുന്നെടുക്കുക മോനാണ് ഒരു 2 വീലർ എടുത്ത് അങ്ങോട്ടും എടുത്തു മാറ്റിയിട്ടാണ് എനിക്ക് ഈ ഭാഗം തുറക്കാൻ കഴിഞ്ഞത്. അങ്ങനെ അറിയില്ല, PSC പരീക്ഷയാണെന്ന് അറിയില്ല. അറിയെങ്കിൽ നമ്മൾ രാവിലെ പിന്നെ തുറക്കനും പത്മ ചായപ്പൊടിയും അവരും അറിയില്ല. അവരെ വിളിച്ചാൽ അവരെ പറയുന്നത് ആരും ഒരു സൂചന എന്നില്ല. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തുറക്കനും ചായയെങ്കിലും വെക്കുവേനു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ പത്മ ഈ ചായപ്പൊടിക്കാരനെ വിളിച്ചിരുന്നേനു. അന്നേരം വിളിച്ചുതരാൻ പറഞ്ഞത് ഇല്ല, കല്യാണമാണ്, അതുകൊണ്ട് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പം എന്നിട്ട് ഞാൻ ഇതറിഞ്ഞേരം വിളിച്ചുതരാമെന്ന് പറഞ്ഞ ഒരാളും ഒരു സൂചന തന്നിട്ടില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. മൊത്തം വാഹനമാണ്. സ്കൂളിൻ്റെ ഉള്ളിലെല്ലാം വാഹനം നിറഞ്ഞ് കിടക്കുന്നുണ്ട്. കൂടാണ്ട് 2 വീലർ മാത്രമല്ല, ഈടുന്ന് അങ്ങോട്ടേക്ക് കാറുകൾ ബാക്കിൽ വണ്ടികളുണ്ട്. പോയി എടുക്കാൻ കഴിയായിട്ടാണ് അങ്ങത്തോളം വണ്ടിയുണ്ട്. ഇങ്ങനത്തെ ഭാഗവും 2 വീലറല്ല, അങ്ങത്തോളം കാറും ഉണ്ട്. നമ്മളെ റോഡിന് വണ്ടി ഉണ്ടോ ഇല്ലേന്ന് അറിയില്ല. ഞാൻ വീട്ടിൽ പോകുന്ന ഭാഗത്ത് വണ്ടി ഉണ്ടോ ഇല്ലേന്ന് അറിയില്ല. എന്താ എക്സാമാന്ന് അറിയില്ല. പതിനരക്ക എക്സാമെന്ന് അറിഞ്ഞു. പിന്നെ എന്താ എക്സാമാണെന്നും അതും അറിയില്ല. ഇവർ സ്കൂളുകാർ ഒരു സൂചന തന്നിട്ടുണ്ടെങ്കിൽ ഇനി രാവിലെ തന്നെ തുറന്നു വെക്കില്ല. നമുക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു കച്ചവടമാണ് അത്. ഇങ്ങനെയുള്ള ഈ എക്സാമിൻ്റെ ടൈമാണ് നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ കുട്ടികളെ സ്കൂള് ഉള്ള സമയത്ത് തുറന്ന സമയത്ത് കിട്ടുന്നതാണ്. ഈടെ ഞാൻ വണ്ടി വെച്ചതിന് ശേഷം എനിക്ക് ഈ അസുഖങ്ങൾ ഇങ്ങനെ പലതും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്കൊരു ബൗസില്ല. ഇവിടെ കച്ചവടം, ഞാൻ അപ്പുറവും കച്ചവടന്മാർക്ക് നല്ല ബൗസാണ്. ഇവിടെ കച്ചവടം ചെയ്യുമ്പം ബൗസില്ല. പിന്നെ ആൾ വാങ്ങിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ വൈകുന്നേരം തരെ അറിയുന്ന ആൾ തന്നെ വൈകുന്നേരം തരെ എന്ന് പറഞ്ഞാൽ പിന്നെ തരൂല. പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ തന്നല്ലോ. ആണുങ്ങൾ പിന്നെയും ഒപ്പിക്കാം, കടം വാങ്ങില്ല. പെണ്ണുങ്ങളാണ്. ഒരു പെണ്ണ് സ്ഥിരമുള്ളതാണ്. സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ചില എനിക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ ഷോപ്പിൽ പണിയെടുക്കുന്നതാണ്. സ്ഥിരം വാങ്ങിക്കഴിഞ്ഞാൽ രാവിലെ വാങ്ങി ഇത്ര പൈസ, നമുക്കൊരു 30 റുപ്യയിലും 40 റുപ്യയിലും നമുക്കതൊരു വലിയ